കിടക്കാനുള്ള വസ്ത്രം കിട്ടണം. ഇത് ഏറ്റവും പ്രധാനമായ അടിസ്ഥാന ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾ ലഭ്യമാവാത്ത ഒരാൾക്ക് നമ്മൾ വലിയ വലിയ ആദർശങ്ങളും ധാർമ്മിക ധർമ്മസംഹിതകളുമൊക്കെ അവരെ പഠിപ്പിക്കുക വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ ഈ കാര്യം ആദ്യം എടുത്ത് പറഞ്ഞത്. മനുഷ്യന്റെ മേൽ കെട്ടിയേൽപ്പിച്ച ഭാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവന് മോചനം അരുളണം, അവന് സ്വാതന്ത്ര്യം നൽകണം. എന്നിട്ട് ആണ് ഈമാനിന്റെയും മറ്റുമൊക്കെ കാര്യങ്ങൾ. അതിനു മുമ്പ് പറഞ്ഞുകൂടാ എന്നല്ല, ഇത് ഉൾക്കൊള്ളാൻ മനുഷ്യന്റെ മനസ്സ് സന്നദ്ധമാകുന്നത്. പടച്ചവന്റെ വക്കൽ സ്വീകാര്യനാകണമെന്നുണ്ടെങ്കിൽ ഈ മോചനം ലഭിച്ചാൽ മാത്രം പോരാ, യഥാർത്ഥമായ വിശ്വാസവും വേണം. അതുപോലെ ക്ഷമ കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുന്ന ക്ഷമയുള്ള ഒരു സമൂഹമാകണം. അതുപോലെ കാരുണ്യം കാണിക്കാൻ പരസ്പരം ഉപദേശിക്കുന്ന ഒരു സമൂഹവുമാകണം. ഇങ്ങനെയാണ് മനുഷ്യനെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള അടിസ്ഥാനപരമായ മാർഗം എന്ന് സൂറത്തുൽ ബലദിലെ ചെറിയ വാക്യങ്ങളിൽ അള്ളാഹു ഊന്നി പറയുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഈ രണ്ട് വിഷയത്തിനും, അവിശ്വാസത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അതുപോലെ പല തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളുടെയും ഒക്കെ മാർഗത്തിലേക്ക് വ്യതിചലിച്ചു പോയി അധപ്പതിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് മോചനം വേണം. എന്നാൽ അതിൻ്റെ ഏറ്റവും ആദ്യഘട്ടമെന്നോണം ഈ ബന്ധനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമുള്ള മോചനം വേണം. ഇത് എല്ലാം കൂടിയുള്ള ഒരു മോചന പദ്ധതിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഭൗതികമായി മനുഷ്യരെ മോചിപ്പിക്കാൻ വേണ്ടി പല പ്രസ്ഥാനങ്ങളുമായിട്ട്, പല പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ അവരെപ്പോഴും പറയാറുള്ളത്, മതങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് ശവപ്പറമ്പുകൾക്കപ്പുറത്തുള്ള കാര്യത്തെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചിട്ട് ആ മരണത്തിനപ്പുറത്തുള്ള ഒരു ലോകത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചുമൊക്കെ അങ്ങനെയുള്ള അത് തീർത്തും ഇല്ലാത്ത കാര്യമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും മിഥ്യയായ, ഒരിക്കലും ഉണ്ടാകാൻ പോകാത്തതെന്ന് അവർ കരുതുന്ന ഒരു ലോകത്തേക്ക് മനുഷ്യരെ പ്രാപ്തരാക്കുക, അവിടെ എത്താൻ വേണ്ടി മനുഷ്യർക്ക് വേണ്ട വഴിയും വെളിച്ചവും നൽകുക എന്നത് മാത്രമാണ് മതങ്ങൾ ചെയ്യുന്നത് എന്ന രൂപത്തിലാണ് പല ആളുകളും സംസാരിക്കാറുള്ളത്. എന്നാൽ വളരെ അടിസ്ഥാനപരമായ ചില വശങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും മോശമല്ലാത്ത വരുമാനമുള്ള ഒരവസ്ഥ വരുന്നുവെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇവിടുത്തെ എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ട തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ, വരുമാനവും സാമ്പത്തിക സൗകര്യങ്ങളും മറ്റു തരത്തിലുള്ള ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ധൂർത്ത് ശീലിച്ച ആളുകൾക്ക് ഈ പറയുന്ന വരുമാനമൊക്കെ ഉണ്ടായാലും അതുകൊണ്ട് അവർക്കും അവരുടെ കുടുംബത്തിനും കെട്ടുറപ്പുള്ള ഒരു ഭാവി ഉറപ്പുവരുത്താൻ കഴിയില്ല. കാരണം കോടികൾ വേണമെങ്കിൽ ഏതാനും ദിവസം കൊണ്ട് ധൂർത്തടിച്ച് തീർക്കാൻ സാധിക്കും, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു. അപ്പൊ ധൂർത്ത് എന്ന ഒരു ശീലത്തിൽ നിന്ന് മോചനം നേടുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ വരുമാനം കിട്ടിയിട്ടും ആളുകൾക്ക് പ്രയോജനമില്ല. ആ ധൂർത്തിന്റെ കൂടെ തന്നെയാണ് ജീവിതത്തെ ആകെ അധപ്പതിപ്പിക്കുന്ന, അപമാനവീകരണം വരുത്തിവെക്കുന്ന കാര്യങ്ങൾ. ധാരാളം പണമുണ്ടാകുമ്പോൾ ധൂർത്തിന്റെ വഴികൾ, ആ ധൂർത്തിന്റെ വഴികളിൽ വ്യഭിചാരത്തിന്റെ വഴിയുണ്ടാകും, അതുപോലെ മദ്യപാനത്തിന്റെ വഴിയുണ്ടാകും, അതുപോലെ പലതരത്തിലുള്ള പരിധിവിട്ട ജീവിതത്തിന്റെ, അതിരുവിട്ട ജീവിതത്തിന്റെ പല വഴികളും ഉണ്ടാകും. ആ വഴികളിലൂടെയൊക്കെ നീങ്ങുമ്പോൾ എത്ര സാമ്പത്തിക പുരോഗതി നേടിയ ആളും ഏതാനും വർഷം കൊണ്ട് സാമ്പത്തികമായി തകരുന്നു മാത്രമല്ല, അയാളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും പല തകർച്ചകളും നേരിടും. ഒരുപക്ഷെ മദ്യപാനം കൊണ്ട് അയാളുടെ കരളും അതുപോലെ അയാളുടെ മസ്തിഷ്കവുമൊക്കെ തകരുന്ന അവസ്ഥയുണ്ടാകാം. അല്ലെങ്കിൽ ലൈംഗികമായ പരിധിലംഘനം കൊണ്ട് പലതരത്തിലുള്ള എയ്ഡ്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങളൊക്കെ വന്നു ഭവിക്കുന്ന അവസ്ഥയുണ്ടാകാം. അതുപോലെ പല ദുരന്തങ്ങളും ഉണ്ടാകാം.
അപ്പൊ സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത് അച്ചടക്കമുള്ള, ധർമ്മബോധമുള്ള, സാമ്പത്തികമായ ഒരു ചിട്ടകൾ പാലിക്കുന്ന അങ്ങനത്തെ ഒരു സമൂഹത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ സാമ്പത്തിക പുരോഗതി പ്രയോജനപ്പെടുകയുള്ളൂ. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾക്കെല്ലാം തന്നെ മിനിമം വേജസ് ഇത്ര എന്ന് പറയുകയും അങ്ങനെ കഷ്ടപ്പാടില്ലാത്ത ഒരു ജീവിതം നയിക്കാനുള്ള വരുമാനം എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്താൽ പോലും അവരുടെ കൂട്ടത്തിൽ മദ്യപിക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും അതുപോലെ അതിൽ വിട്ട ജീവിതം നയിക്കുന്നവരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ പൂർണ്ണമായ തകർച്ചയിലാകും. എന്ന് മാത്രമല്ല, മനുഷ്യർ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമ്പോൾ കൂടുതൽ ദുഷിച്ചു പോകുന്ന അനുഭവം. ഇപ്പോൾ ലോട്ടറികൾ കേരളത്തിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ധാരാളം ഉണ്ടല്ലോ. എന്നാൽ കോടികളുടെയോ ലക്ഷങ്ങളുടെയോ ലോട്ടറി സമ്മാനം നേടിയ പല ആളുകളെ സംബന്ധിച്ചുമുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ലോട്ടറി ലഭിക്കുന്നതിന് മുമ്പത്തെ അവസ്ഥയേക്കാൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് ഏതാനും കൊല്ലങ്ങൾ കൊണ്ട് ഈ ആളുകൾ എത്തിച്ചേർന്നത്. ലോട്ടറി കിട്ടുന്നതിന് മുമ്പ് ഒരു അല്പസ്വല്പം കഷ്ടപ്പാടുണ്ടെങ്കിലും നിയന്ത്രണമുള്ള, മര്യാദയുള്ള, കുടുംബത്തോട് ഉത്തരവാദിത്വമുള്ള, സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള ജീവിതം നയിച്ചിരുന്ന പല ആളുകളും ലോട്ടറി കിട്ടിയതിന് ശേഷം വളരെ പെട്ടെന്ന് ദൂർത്തടിക്കുകയും വളരെ പെട്ടെന്ന് പരിധികളില്ലാത്ത ജീവിതശൈലി പഠിക്കുകയും അതുകൊണ്ട് അവരുടെ കുടുംബത്തിനോ സമൂഹത്തിനോ ഉപകാരികളാവാതിരിക്കുക മാത്രമല്ല ഉപദ്രവകാരികളായി മാറുകയും ചെയ്യുക എന്ന ദുരന്തം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലക്ഷങ്ങളും കോടികളും ഒന്നിച്ച് ഒരാളുടെ കയ്യിൽ വന്നാലും അയാളുടെ ജീവിതത്തിന് ആദർശത്തിൻ്റെയും ധർമ്മബോധത്തിൻ്റെയും ഒക്കെ ചിട്ടയും വ്യവസ്ഥയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലക്ഷങ്ങളും കോടികളും അവർക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെയുള്ള ഭൗതികമായ അവശതകളിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്, പ്രധാനമായ കാര്യമാണ്. പക്ഷേ ആ മോചനം സ്ഥായിയാകണമെന്നുണ്ടെങ്കിൽ, ആ മോചനം മൗലികമാവണമെങ്കിൽ, ആ മോചനത്തിന് ഈ ലോകത്തും മറ്റൊരു ലോകത്തും പ്രയോജനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ മോചനത്തോടൊപ്പം അവിശ്വാസത്തിൽ നിന്നും അധാർമികതയിൽ നിന്നും അതുപോലെ അക്രമങ്ങളിൽ നിന്നുമൊക്കെയുള്ള മോചനം ഉണ്ടാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മദ്ലൂമൻ, നിന്റെ സഹോദരൻ മർദ്ദകനായാലും മർദ്ദിതനായാലും നീ അവനെ സഹായിക്കണം. സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, മർദ്ദിതനെ സഹായിക്കണമെന്ന കാര്യം ഞങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ മർദ്ദകനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവൻ കൂടുതൽ മർദ്ദനം നടത്തുകയും അവനെ കൊണ്ട് സമൂഹത്തിന് ദ്രോഹം കൂടുകയുമല്ലേ ചെയ്യുക മർദ്ദകനെ സഹായിച്ചാൽ. അപ്പൊ റസൂലിന് മറുപടി പറഞ്ഞത്, മർദ്ദകനെ സഹായിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മർദ്ദനം എന്ന മഹാകുറ്റത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുക എന്നതാണ്. മർദ്ദിക്കാനുള്ള താല്പര്യം, അതിനുള്ള പ്രേരണ ഇല്ലാതെയാവുകയും മർദ്ദനം എന്നത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്, ദൈവത്തിന് വിരുദ്ധമാണ് എന്ന ബോധം കൊണ്ട് മർദ്ദനം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലെത്താനാണ് മർദ്ദകനെ സഹായിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യായമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ മർദ്ദിതനെയും സഹായിക്കേണ്ടതുണ്ട്. മർദ്ദിതാവസ്ഥയിൽ നിന്ന് മാത്രം മോചനം ലഭിച്ചാൽ പോരാ, സ്വയം തന്നെ കൊള്ളരുതാത്ത ജീവിതം നയിച്ചിട്ട് അവൻ വീണ്ടും മോശപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുന്നതിൽ നിന്നും മർദ്ദിതനെ മോചിപ്പിക്കേണ്ടതുണ്ട്. അപ്പം മർദ്ദകനെയും മർദ്ദിതനെയും സഹായിക്കുക എന്നതിന് ഭൗതികമായ അർത്ഥമുണ്ട്, അതിനപ്പുറത്ത് ആദർശത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒക്കെ തരത്തിലുള്ള ഒരു അർത്ഥതലം വേറെയുമുണ്ട്. ആ അർത്ഥതലത്തിനാണ് റസൂൽ ഊന്നൽ നൽകിയത്. നിന്റെ സഹോദരൻ മർദ്ദകനാണെങ്കിലും മർദ്ദിതനാണെങ്കിലും നീ അവനെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ മോചനം എന്ന് പറയുന്ന കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട ചില ആയത്തുകൾ കൂടി, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കഷ്ടപ്പാടനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഖുർആനിൽ കാണാം. മതനിഷേധി ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടാണല്ലോ നമ്മളൊക്കെ സാധാരണ നിസ്കാരത്തിൽ ഓതാറുള്ള ഒരു ചെറിയ സൂറ ആരംഭിക്കുന്നത്.
അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ നിഷേധിച്ചു തള്ളുന്നവൻ ആരാണെന്ന് നീ കണ്ടോ അല്ലെങ്കിൽ നീ മനസ്സിലാക്കിയോ എന്നാണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. എന്നിട്ട് പറയുന്നത് നിസ്കരിക്കാത്തവൻ, നോമ്പ് നോൽക്കാത്തവൻ എന്നല്ല പറയുന്നത്. പിന്നെ പറയുന്നത് അനാഥയെ തള്ളിക്കളയുന്നവൻ, പാവപ്പെട്ടവന്റെ ആഹാരത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവൻ, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവൻ, അങ്ങനെയുള്ള നമസ്കരിച്ചിട്ട് കാര്യമില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും മിൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിന്റെ താല്പര്യത്തെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. അപ്പോൾ ഈ നമസ്കാരം പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും അനാഥയുടെ കാര്യവും അഗതിയുടെ കാര്യവും അവഗണിച്ചുകൊണ്ട് ഒരാൾ രാവും പകലും നമസ്കരിച്ചാൽ ആ നമസ്കാരക്കാരന് നാശം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ, ഭക്തനാണ് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ നമസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവന് മഹാനാശം. അതുപോലെ അവൻ രാവും പകലും നമസ്കരിച്ചിട്ടും ഒരയൽവാസി ഒരു സാധാരണ ചെറിയ ഒരു ഉപകാരത്തിന് വേണ്ടി ഒരു കൈക്കോട്ട് വായ്പ വാങ്ങി ചോദിച്ചു, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടുപകരണമോ ഒന്ന് വായ്പ തരണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറാവാത്ത അവസ്ഥ. നമസ്കരിക്കുന്ന മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ടതാണ്, എൻ്റെ കയ്യിലുള്ളതെല്ലാം എൻ്റേതല്ല, അള്ളാഹു തന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധമാണ് നമസ്കരിക്കുന്ന ആൾക്ക് പ്രധാനമായും ഉണ്ടാവേണ്ടത്. ആ ബോധമില്ലാതെ നിസ്കാരം കേവലമായി നടക്കുന്നുണ്ട്. അതേ അവസരത്തിൽ തൻ്റെ ആസ്തികളും തൻ്റെ സൗകര്യങ്ങളും മറ്റു സഹോദരങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ ആ നമസ്കാരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അവർക്ക് നാശം എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ സൂറ വളരെ ചെറിയ സൂറയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ഈ സൂറയിൽ നിന്ന് പഠിക്കാനുള്ളത് മനുഷ്യരെ പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, അതുപോലെ പലതരത്തിലുള്ള അത്യാവശ്യങ്ങളിൽ നിന്ന്, നിസ്സഹായാവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായ പങ്കുവഹിക്കാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ നമസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങളൊന്നും നിർവഹിച്ചിട്ടൊരു കാര്യവുമില്ല എന്നാണ്. അപ്പം മതം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ ആണ് സർവപ്രധാനമായിട്ട് എന്ന ധാരണയെ ഇവിടെ ഖുർആൻ വളരെ വളരെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മനുഷ്യമോചനം, മനുഷ്യനെ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും വിഷമത്തിൽ നിന്ന് മോചിപ്പിക്കുക. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വിഷമം നീക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ സഹായിച്ചാൽ പരലോകത്തിലെ അതുപോലെയുള്ള വിഷമങ്ങൾ നീക്കാൻ അള്ളാഹു അവനെ സഹായിക്കും. മൻ നഫസ അൻ മുസ്ലിമിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബിൽ ആഖിറ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ അത് നീക്കിക്കൊടുക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായ വിഷയം. അതിന് തയ്യാറില്ലാത്തവൻ വേറെ അനുഷ്ഠാനങ്ങളും ഭക്തിയായിട്ട് നടന്നിട്ട് പ്രയോജനമില്ല എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഒരു അക്രമത്തിന് അവനെ പിടിച്ച് ജയിലിലാക്കി. എന്നാൽ ആ ജയിലിലാക്കിയ മനുഷ്യനെ പട്ടിണിയിട്ടാൽ അത് കുറ്റകരമായ കാര്യമാണെന്ന് മാത്രമല്ല, ആ തടവുപുള്ളിക്ക് കഷ്ടപ്പാടില്ലാതെ ഭക്ഷണം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വയുത്വയമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഭക്ഷണം, വളരെ നല്ല ഭക്ഷണം, വളരെ രുചികരമായ ഭക്ഷണം അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ടും ആ ഭക്ഷണം സ്വന്തം കഴിക്കാതെ മിസ്കീനും അഗതിക്കും അനാഥക്കും അസീറൻ തടവുകാരനും, തടവുപുള്ളി എന്ന് പറഞ്ഞാൽ പലപ്പോഴും സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ ദോഷം വരുത്തുന്ന വ്യക്തിയാണല്ലോ തടവുപുള്ളി. അപ്പം അവനവൻ്റെ ആവശ്യമുണ്ടായിട്ടും അവനവന് ഭക്ഷണത്തോട് കൊതിയുണ്ടായിട്ട് പോലും ആ ഭക്ഷണം
ഒരു തടവ് പുള്ളിക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആ ആളുകളാണ് അള്ളാഹുവിൻ്റെ പ്രശംസയ്ക്ക് വിധേയരായ ആളുകൾ. അത് അവരിൽ നിന്ന് ഇന്നമാൻ ഉത്തരമുക്കും വജിഹില്ല, അള്ളാഹുവിൻ്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്. നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും യാതൊരു നന്ദി വാക്ക് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടോടുകൂടിയായിരിക്കും സത്യവിശ്വാസികൾ അഗതിക്കും അനാഥക്കും തടവുപുള്ളിക്കുമൊക്കെ ആഹാരം നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ കുറ്റവാളി, ജയിലിൽ കിടക്കുന്ന കുറ്റവാളിക്ക് അവൻ്റെ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നത് വരെ വളരെ മൗലികമായ കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പം മാനവമോചനത്തിൻ്റെ ഓരോ മുഖങ്ങളും മേഖലകളുമാണ് ഇതൊക്കെ. അതുപോലെ മർദ്ദിത സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാവണമെന്നില്ല. ഖുർആനിലെ 2 വിഭാഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം മുസ്തക്ബിറുകൾ, ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല, ദൈവത്തിന് പോലും ഞങ്ങൾ അംഗീകരിക്കല്ലാതെ നിവൃത്തിയുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള ആളുകൾ. മുസ്തക്ബിർ എന്ന് പറഞ്ഞാൽ അറബി വാക്കിനർത്ഥം വലിയവൻ എന്ന് സ്വയം കരുതുന്നവൻ എന്നാണ്. അഹംഭാവം നടിക്കുന്നവൻ, അഹങ്കരിക്കുന്നവൻ. അങ്ങനെയുള്ള പല ആളുകളെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേരെ വിപരീതമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മുസ്തളഅഫുകളായ ആളുകളെ സംബന്ധിച്ചാണ്. മുസ്തളഅഫ് എന്ന് പറഞ്ഞാൽ ബലഹീനരായി ഗണിക്കപ്പെടുന്നവർ, ദുർബലരായി കണക്കാക്കപ്പെടുന്നവർ, അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്നവർ. ആൾ ദുർബലനാണെന്ന് കാണുമ്പോഴാണല്ലോ അവനെ പലതരത്തിലും ചൂഷണം ചെയ്യാനും ആക്രമിക്കാനും കയ്യേറ്റം നടത്താനും ഒക്കെ ആളുകൾ മുതിരുക. അപ്പം അങ്ങനെ ബലഹീനരായി ഗണിക്കപ്പെടുകയും അതിനാൽ തന്നെ പീഡനത്തിനും ചൂഷണത്തിനുമൊക്കെ ഇരയാവുകയും ചെയ്യുന്ന ആളുകൾ. ആ ആളുകൾ ഏത് മതക്കാരാവട്ടെ, ഏത് നാട്ടുകാരാവട്ടെ, ഏത് ഭാഷക്കാരാവട്ടെ, അവരുടെ കാര്യത്തിൽ പോരാടാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വന്നിസായി വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. സൂറത്ത് നിസായിലെ 75-ാമത്തെ ആയത്ത്. വമാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തുഖാതിലൂന, നിങ്ങൾ പൊരുതാൻ തയ്യാറാകുന്നില്ല, നിങ്ങൾ പോരാടാൻ തയ്യാറാകുന്നില്ല, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വൽ മുസ്തളഅഫീന മിനർ റിജാലി വന്നിസായി വൽ വിൽദാൻ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള മുസ്തളഅഫുകളായ മനുഷ്യന്മാർ ബലഹീനനായി കണക്കാക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ പലതരത്തിൽ ദ്രോഹിക്കപ്പെടുകയും ചെയ്യുന്ന ആ മനുഷ്യരെ മോചിപ്പിക്കാൻ, അവരുടെ കഷ്ടതകൾ തീർക്കാൻ വേണ്ടി പൊരുതാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ആ മുസ്തളഅഫുകളെ, ബലഹീനരായി ഗണിക്കപ്പെടുന്ന ആളുകളെ ഖുർആൻ കൂടുതൽ വിശദീകരിക്കുന്നു. അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ അക്രമികളായ ജനങ്ങൾ അധിവസിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യൻ, ഞങ്ങൾക്ക് നിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ബന്ധുവെ അല്ലെങ്കിൽ ഒരു രക്ഷകനെ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരണമേ. വജഅൽ ലനാ മിൻ ലദുൻക നസീറ, ഞങ്ങൾക്ക് നിന്റെ ഭാഗത്ത് നിന്നൊരു സഹായി ഏർപ്പെടുത്തി തരണമേ എന്ന് വളരെ വേദനയോടെ താണ് കേണ് പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മർദ്ദിത ജനത, ആ മർദ്ദിത ജനതയുടെ കാര്യത്തിൽ നിങ്ങൾ പോരാടാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന കാര്യം പറഞ്ഞ ഉടനെ തന്നെ പറയുന്നത് വൽ മുസ്തളഅഫീന, ബലഹീനരായ, മർദ്ദിതരായ, പീഡിതരായ, അവശത അനുഭവിക്കുന്ന മനുഷ്യന്മാരെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ പോരാടാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നു. അപ്പം മനുഷ്യരെ മോചിപ്പിക്കുക, ലൗകികമായ ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സത്യവിശ്വാസികളുടെ ആദർശപരമായ വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് എന്ന് ഈ ഖുർആൻ വാക്യം നമുക്ക് മനസ്സിലാക്കി തരും. ഖുർആനിൽ തഹരീർ എന്ന പദം, തഹരീർ എന്ന വാക്ക് വിമോചനം എന്നതിൻ്റെ അറബി പദമാണ്. മോചിപ്പിക്കുക എന്നാണ് തഹരീർ എന്ന വാക്കിൻ്റെ. സ്വതന്ത്രനാക്കുക എന്നാണ്. അടിമയെ, ബന്ധിതനെ, പാരതന്ത്ര്യം അനുഭവിക്കുന്നവനെ, പീഡിതനെ ഒക്കെ തന്നെയും സ്വതന്ത്രനാക്കുക, മോചിപ്പിക്കുക എന്നാണ് തഹരീർ എന്ന വാക്ക്. ഈ തഹരീർ എന്ന പദം ഖുർആനിൽ ഒരുപാട് സൂക്തങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്.
സത്യവിശ്വാസി ചെയ്യുന്ന ഏത് പാപത്തിനുമുള്ള പ്രായശ്ചിത്തമായിട്ട് ഖുർആനിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് തഹരീറാണ്. തഹരീർ റഖബത്തിൻ മൂമിന, സത്യവിശ്വാസിയായ അടിമയെ അല്ലെങ്കിൽ അടിമത്വത്തിന് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള പീഡിതാവസ്ഥയെ അതിൽ നിന്ന് മോചിപ്പിക്കുക. കൊലപാതകത്തിനുള്ള പ്രായശ്ചിത്തം, അതുപോലെ ശപഥം ചെയ്തിട്ട് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം, അതുപോലെ ഖുർആനിലെ ലിഹാർ എന്ന് പറയുന്ന ഒരു വിവാഹമോചനത്തിൻ്റെ ഒരു രീതിയാണ്, തെറ്റായ രീതി. ശപഥം ചെയ്തുകൊണ്ട് ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥ, അതിന് ആ ശപഥം ലംഘിച്ചാൽ, അങ്ങനെ ഒരുപാട് ലംഘനങ്ങൾക്ക്, പാപങ്ങൾക്ക്, കുറ്റങ്ങൾക്ക് പരിഹാരമായി, പ്രായശ്ചിത്തമായി തഹരീർ എന്ന ആശയമാണ് ഒട്ടേറെ ഖുർആൻ സൂക്തങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തഹരീർ, ലിബറേഷൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഖുർആനിലെ 5 ആയത്തുകളിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് തഹരീറു റഖബ, അടിമത്വം അനുഭവിക്കുന്ന മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കുക, സ്വതന്ത്രനാക്കുക എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറത്തുള്ള മോചനം, അതാണ് സർവപ്രധാനമായിട്ടുള്ളത്. ആ മോചനത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമുള്ള മനുഷ്യന്മാർ, എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം ഉള്ള മനുഷ്യന്മാർ ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുകയും അങ്ങനെ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് അവകാശികളായി തീരുകയും ചെയ്യുക എന്ന അവസ്ഥ ഉണ്ടാകും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് സഞ്ചരിച്ചു നോക്കുകയാണെങ്കിലും എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള മനുഷ്യന്മാർ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കുകയും സ്വന്തം ജീവിതത്തിൽ ആ പാഠങ്ങൾ പകർത്തുകയും മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കുകയും ചെയ്യുക എന്ന വിനീതമായ സേവനമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളൊക്കെ തന്നെയും പല തരത്തിലുള്ള പാരതന്ത്ര്യങ്ങളിൽ, പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിൽ പോയിട്ട് ചാടുകയും അങ്ങനെ കഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന രംഗത്തുള്ള പ്രശ്നം ഇവിടെയുള്ള മാനവരാശിയുടെ മുമ്പിലുള്ള ഗ്രന്ഥങ്ങളൊന്നും തന്നെ ആ രംഗത്ത് മനുഷ്യന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നില്ല എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനുമായിട്ട് അള്ളാഹു നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയോഗമായിട്ട്, സുപ്രധാന നിയോഗമായിട്ട് ഖുർആനിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വയുസക്കീഹിം എന്നാണ്. റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ചെറിയ വ്യത്യാസങ്ങളോടുകൂടെ ഈ ആശയം ഖുർആനിലെ 2-3 ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ കാരുണ്യമുള്ള, അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ഒരു രക്ഷിതാവുണ്ട് എന്നും ആ രക്ഷിതാവിൻ്റെ മാർഗനിർദ്ദേശമാണ് എല്ലാ തരത്തിലും അന്യൂനമായിട്ടുള്ളത് എന്നുമൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് വയുസക്കീഹിം, മനുഷ്യരെ ആ പ്രവാചകൻ തെസ്കിയ എന്ന കാര്യത്തിന് വിധേയമാക്കുന്നു. തെസ്കിയത്ത് ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പദങ്ങളാണ് തഹരീർ എന്നതും തെസ്കിയത്ത് എന്നതും. തഹരീർ എന്നത് ഭൗതികമായ തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന്, പീഡിതാവസ്ഥയിൽ നിന്ന്, മർദ്ദിതാവസ്ഥയിൽ നിന്ന്, അരക്ഷിതാവസ്ഥയിൽ നിന്ന്, ബന്ധിതാവസ്ഥയിൽ നിന്ന്, പാരതന്ത്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാണ് തഹരീർ എന്ന് പറയുന്നത്. ആ മോചനം ലഭിച്ചാലും പിന്നെയും മനുഷ്യനെ അധപ്പതനത്തിലേക്കും ദുരന്തങ്ങളിലേക്കും നയിക്കുന്ന 100 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചിട്ട് വിശുദ്ധിയുടെയും വികാസത്തിൻ്റെയും സ്വച്ഛമായ പാതയിലേക്ക്, ശുഭ്രമായ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ആ മാർഗദർശനത്തിനാണ് തസ്കിയ എന്ന് പറയുന്നത്. വയുസക്കീഹിം, സക്ക, മനുഷ്യൻ്റെ മൗലികമായ ഘടനയെപ്പറ്റി പറയുന്ന ഖുർആനിലെ സൂറത്ത് ശംസിലെ നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന ഒരു സൂറയിൽ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ
ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. വനഫ്സിൻ, മനുഷ്യന്റെ അസ്തിത്വത്തിൽ തന്നെയാണ് സത്യം. പടച്ചവൻ പല കാര്യങ്ങളെയും മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് മനുഷ്യന്റെ അസ്തിത്വം. മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു ഇൻ്റഗ്രൽ എൻറ്റിറ്റി എന്ന് പറയും. ഒരു അഖണ്ഡമായ സത്ത, അല്ലെങ്കിൽ ഏകാത്മകമായ ഒരു സത്തയാണ്. ആത്മാവും മനസ്സും ശരീരവും കൂടി ചേർന്ന ഒരു സമഗ്ര സത്തയാണ് മനുഷ്യൻ. ആ സമഗ്ര സത്തയെ കുറിക്കാനുള്ള അറബി പദമാണ് നഫ്സ് എന്ന പദം. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യാസ്തിത്വം. ഈ ഭൂമിയിലുള്ള ഏറ്റവും വിസ്മയകരമായ യാഥാർത്ഥ്യമാണ് മനുഷ്യാസ്തിത്വം. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ എല്ലാം മികച്ചു നിൽക്കുന്ന ഭൗതിക പ്രപഞ്ചത്തിലെ അഭൗതികതയിലേക്ക് കാലു നീട്ടി നിൽക്കുന്ന ഏറ്റവും വിസ്മയകരമായ അസ്തിത്വമാണ്. മനുഷ്യനോളം വിസ്മയകരമായ മറ്റൊന്നുമില്ല. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും വിശിഷ്ടമായ ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശിഷ്ടമായ ഘടനയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ. പിന്നെ ആ മനുഷ്യനെ തന്നെ അധപ്പതിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധപ്പതിച്ചവനായിട്ട് നാം മാറ്റിയിട്ടുമുണ്ട്. ഇത് മനുഷ്യ അസ്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പൂർണ്ണതയുടെ മഹത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് കുതിച്ചുയരാനുള്ള സാധ്യത ഒരു ഭാഗത്ത്, അപമാനവീകരണത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ദുഷ്ടതയുടെ പാതാളത്തിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യത മറുഭാഗത്ത്. ഈ രണ്ട് സാധ്യതകളും കൂടി നിലനിൽക്കുന്നു എന്നതാണ് മനുഷ്യന്റെ അസ്തിത്വത്തെ, മനുഷ്യൻ എന്ന മഹാവിസ്മയത്തെ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് സകല വസ്തുക്കളിൽ നിന്നും ഭിന്നമാക്കുന്ന ഘടകം ഇതാണ്. ഈ രണ്ട് സാധ്യതകൾ, ഔന്നത്യത്തിന്റെ എവറസ്റ്റിലേക്ക് കയറാനും അതുപോലെ അധപ്പതനത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് വീണുപോകാനുമുള്ള സാധ്യത. ആ സാധ്യതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ അസ്തിത്വത്തെ സംവിധാനിച്ച മഹാസംവിധായകൻ തന്നെയാണ് സത്യം. അത് സംവിധാനിച്ച സംവിധാന രീതിയെ തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. ഈ മനുഷ്യനെ സംവിധാനിച്ചപ്പോൾ മനുഷ്യന് രണ്ട് കാര്യങ്ങളെപ്പറ്റി ബോധം നൽകിയിട്ടുണ്ട്. ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ വാക്കും പ്രവൃത്തിയും എന്താണ്, നികൃഷ്ടമായ വാക്കും പ്രവൃത്തിയും എന്താണ്, ഇത് തിരിച്ചറിയാനുള്ള കഴിവ്. സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, ഉത്കൃഷ്ടവും നികൃഷ്ടവും വേർതിരിച്ചറിയാനുള്ള കഴിവ്. ഈ കഴിവ് മനുഷ്യന് മാത്രമാണുള്ളത്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. ധർമ്മത്തെ സംബന്ധിച്ച്, അധർമ്മത്തെ സംബന്ധിച്ച്, സൂക്ഷ്മവും ധന്യവുമായ ജീവിതത്തെ സംബന്ധിച്ച്, ദുഷ്ടവും നികൃഷ്ടവുമായ ജീവിതത്തെ സംബന്ധിച്ച്, അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച്, നേട്ടങ്ങളെപ്പറ്റി, കോട്ടങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അവബോധം മനുഷ്യന്റെ ഘടനയിൽ തന്നെ പടച്ചവൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ അസ്തിത്വത്തെ സംശുദ്ധമാക്കുകയും വികാസോന്മുഖമാക്കുകയും ചെയ്തവനാരോ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആ അസ്തിത്വത്തെ ദുഷിപ്പിക്കുകയും അധപ്പതനോന്മുഖമാക്കുകയും ചെയ്തവനാരോ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സക്ക ദസ്സ, ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യന് മുമ്പിലുള്ള രണ്ട് സാധ്യതകൾ. ഓരോ വ്യക്തിക്കും അവൻ്റെ വിശ്വാസവും അവൻ്റെ ചിന്തയും അവൻ്റെ വാക്കും അവൻ്റെ പ്രവൃത്തിയുമൊക്കെ സംശുദ്ധമാക്കിക്കൊണ്ട് വികാസോന്മുഖമായ ഒരു ജീവിതത്തിനുള്ള വഴി കണ്ടെത്താവുന്നതാണ്. അതൊക്കെ ദുഷിപ്പിച്ചുകൊണ്ട്, അതൊക്കെ ഏറ്റവും മോശമായ അവസ്ഥയിലാക്കിക്കൊണ്ട്, ചിന്ത മോശമാക്കിക്കൊണ്ട്, വാക്ക് മോശമാക്കിക്കൊണ്ട്, പ്രവൃത്തി മോശമാക്കിക്കൊണ്ട് ഒരു മനുഷ്യന് അങ്ങേയറ്റം അധസ്ഥിതാവസ്ഥയിലേക്ക്, ഒന്നിനും കൊള്ളരുതാത്തവനായിട്ട് മാറാനുള്ള സാധ്യതയും അവൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിൽ ഈ സക്ക എന്ന അറബി വാക്ക് അതൊരു പ്രത്യേകതരം വാക്കാണ്. ഖുർആനിൻ്റെ ടെർമിനോളജി ഉണ്ട്, ഖുർആനിൻ്റെ പദാവലി, അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആനിൽ റിബ എന്നും സക്കാത്ത് എന്നും രണ്ട് പദങ്ങളുണ്ട്. രണ്ടിനും ഭാഷാപരമായിട്ട് ഒരർത്ഥമാണ്.
റബ എന്ന് പറഞ്ഞാലും വളർന്നു എന്നർത്ഥമുണ്ട്, സക്ക എന്ന് പറഞ്ഞാലും വളർന്നു എന്നർത്ഥമുണ്ട്. റിബ എന്ന വാക്കിന് സാമ്പത്തികമായ വളർച്ച എന്നർത്ഥമുണ്ട്, സക്കാത്ത് എന്ന വാക്കിനും വികാസം, വളർച്ച എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ ഖുർആൻ പറയുന്ന റിബയിലൂടെയുള്ള വളർച്ച അത് അള്ളാഹു സ്വീകരിക്കാത്ത വളർച്ചയാണ്, അധപ്പതനോന്മുഖമായ വളർച്ചയാണ് എന്ന് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. സക്കാത്തിലൂടെയുള്ള വളർച്ച അത് വിശുദ്ധിയുടെ മാർഗമാണ്, വികാസത്തിൻ്റെ മാർഗവും കൂടിയാണ്. അപ്പോൾ ഈ റിബ എന്ന വാക്ക് വളർച്ച എന്നർത്ഥമുള്ളതാണെങ്കിലും അതിന് പകരം ഖുർആൻ വെക്കുന്ന വാക്ക് സക്കാത്ത് എന്ന വാക്ക്, അതിന് വിശുദ്ധി എന്നും അർത്ഥമുണ്ട്, വളർച്ച എന്നും അർത്ഥമുണ്ട്. ഇത് ഖുർആനിൻ്റെ ഒരു ദർശനത്തിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹു വിശുദ്ധമായി പഠിപ്പിക്കുന്ന ആശയവും വാക്കും പ്രവൃത്തിയും സ്വീകരിക്കുന്ന ആൾക്ക് മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥമായ വികാസം ഉണ്ടാവുകയുള്ളൂ എന്ന ആശയമാണ് അതിൻ്റെ ദാർശനികമായ തലം. ഇസ്ലാം, ഈമാൻ എന്നീ പദങ്ങൾക്കൊക്കെ ആ തരത്തിൽ ഇസ്ലാം എന്ന അറബി പദത്തിന് സമർപ്പണം എന്നും അർത്ഥമുണ്ട്, സമാധാനം ഉണ്ടാക്കുക എന്നും അർത്ഥമുണ്ട്. പടച്ചവന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്ന ആള് അവന്റെ ജീവിതത്തിൽ പൂർണ്ണമായ സമാധാനം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അവനവന്റെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ സമാധാനപരമായ ജീവിതത്തിനുള്ള സാഹചര്യം നൽകുകയും ചെയ്യുന്നു. അതുപോലെ ഈമാൻ എന്ന അറബി വാക്കിന് നിർഭയത്വം നൽകുക എന്ന അർത്ഥമുണ്ട്, വിശ്വസിക്കുക എന്ന അർത്ഥമുണ്ട്. പടച്ചവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇബ്രാഹിം നബി പറഞ്ഞത് അവൻ പൂർണ്ണമായും നിർഭയനായിരിക്കുന്നതാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഖുർആനിൽ ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് ഖുർആനിലെ പ്രാധാന്യപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഞാനൊരു വിശ്വാസിയാകുന്നതോടുകൂടെ അള്ളാഹു അല്ലാത്ത യാതൊന്നിനെയും ഭയപ്പെടാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നു. അള്ളാഹു അല്ലാത്ത യാതൊന്നിനെയും ഭയപ്പെടാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ സകല തരത്തിലുള്ള പാരതന്ത്ര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നൊരവസ്ഥയാണ്. നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചു നോക്കൂ. ദൈവവിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ എത്രമാത്രം ഭീരുക്കളാണ് നിങ്ങൾക്ക്. പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഏത് ദൈവം എപ്പോൾ കനിയും എന്ന് പിടുത്തമില്ല, ഏത് ദൈവം എപ്പോൾ ശപിക്കും ശിക്ഷിക്കുമെന്നും പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ ദൈവങ്ങളെ എങ്ങനെ സമീപിക്കണം, ദൈവങ്ങൾക്ക് എന്തൊക്കെ വഴിപാടുകൾ അർപ്പിക്കണം, അല്ലെങ്കിൽ ഏത് ദൈവത്തിനെതിരെ ഏത് ദൈവത്തിൻ്റെ സഹായം തേടണം എന്നൊക്കെയുള്ള വലിയ ആശയക്കുഴപ്പമാണ്. പലതരത്തിലുള്ള വേവലാതികളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മുക്തമായൊരവസ്ഥ പല ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. ഇനി ദൈവത്തിലൊന്നും വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. പക്ഷെ അതേ സമയത്ത് അവർ ഒരുപാട് വസ്തുക്കളെ ദുഃഖകരമായി കാണുന്നു, ഒരുപാട് വസ്തുക്കളെ ഭാഗ്യചിഹ്നമായി കാണുന്നു. ഭാഗ്യചിഹ്നമായി കാണുന്ന വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവർ വൻതോതിൽ പണം ചെലവാക്കുന്നു, വൻതോതിലുള്ള ഊർജം ചെലവാക്കുന്നു. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഈ ഊത് എന്ന് പറയുന്ന സുഗന്ധമുള്ള മരമുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും വില കൂടിയ ഒരു ഇനമുണ്ട് അത്ര. അയാൾ എന്നോട് പറഞ്ഞതാണ്, 1 കിലോഗ്രാമിന് 60 ലക്ഷം രൂപയാണ് ആ ക്വാളിറ്റിയുള്ള ഊതിൻ്റെ വില. അതിപ്പോൾ അറബ് നാടുകളിലുള്ളവർക്കൊന്നും മറ്റും വാങ്ങാൻ കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എവിടെ ഉണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശേഖരിച്ചിട്ട് അത് കൈവശം വെക്കാൻ വേണ്ടി ചൈനയിലെ സമ്പന്നർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്താ, ഇതിൻ്റെ ഒരു കഷ്ണം വീട്ടിലുണ്ടായാൽ, ഇതിൻ്റെ ഒരു കഷ്ണം പോക്കറ്റിലുണ്ടായാൽ, ഇതിൻ്റെ ഒരു കഷ്ണം വ്യാപാര സ്ഥാപനത്തിലുണ്ടായാൽ എന്തെന്നില്ലാത്ത ഭാഗ്യം ലഭിക്കുമെന്നാണ് അത്ര അവർ വിശ്വസിക്കുന്നത്. എന്താണ്, ഒരു ചെറിയ മരക്കഷ്ണം, സുഗന്ധമുള്ളതാണെങ്കിൽ എന്താണെങ്കിലും ഒരു മരക്കഷ്ണം കൊണ്ട് കുടുംബത്തിൽ സമാധാനമുണ്ടാകുമെന്നോ ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടാകുമെന്നോ ജീവിതമാകെ വിജയകരമാകുമെന്നോ വിശ്വസിക്കുന്നുവെന്നുണ്ടെങ്കിൽ എന്തൊരു മൂഢധാരണയാണത്. അതുപോലെ ഒരുപാട് വസ്തുക്കൾ അവർ ദുശ്ശകുനങ്ങളായി കാണുന്നു. ആയിരക്കണക്കിന് വസ്തുക്കളെ ദുശ്ശകനമായി കാണുകയും അതിനെ സംബന്ധിച്ച് ഭയം വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. ഒരു പക്ഷി ഒരു ഭാഗത്തേക്ക് പറന്നാൽ, അല്ലെങ്കിൽ ഒരു മൃഗം ഇതിൽ കൂടി കടന്നു പോയാൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ദുശ്ശകനമായി കാണുന്നു. ആ ദുശ്ശകനമായി കാണുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ അങ്ങേയറ്റത്തെ ഭയത്തിൽ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ പലതരത്തിലുള്ള ഭയങ്ങളിൽ നിന്ന്
ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന എന്തോ ഒന്നിനെ സംബന്ധിച്ചുള്ള ഭയം, നമ്മൾ സിഹിറിനെ പറ്റി നമ്മളെ സമൂഹത്തിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന വലിയ ഭയമുണ്ടല്ലോ, അതുപോലെയുള്ള ഭയം ബ്ലാക്ക് മാജിക്കിനെ സംബന്ധിച്ച് ഇപ്പോഴും പാശ്ചാത്യ സമൂഹങ്ങളിൽ ആളുകൾ വെച്ച് പുലർത്തുന്നതാണ്. ഈ സിഹിർ ചെയ്യുന്ന, ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റവനെ കൊല്ലാം, അവനെ അപകടത്തിൽപ്പെടുത്താം, അവൻ്റെ കച്ചവടം തകർക്കാം, ആ തരത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അവരെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പണം ചെലവഴിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇബ്രാഹിം നബി പറഞ്ഞത് കൈഫ അഹാഫുമാ അശ്രകുത്തും, പടച്ചവനോട് നിങ്ങൾ ദിവ്യത്വത്തിൽ പങ്കുചേർന്ന ശക്തികളെ ഞാൻ എങ്ങനെ ഭയപ്പെടുന്നു? എന്നാൽ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് നിങ്ങളാണ്. വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ലാഹി മാലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന. പടച്ചവൻ യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത പല വസ്തുക്കൾക്കും ദിവ്യത്വം കൽപ്പിക്കുകയും അവയെ ആരാധിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം സാക്ഷാൽ രക്ഷിതാവ് അംഗീകരിക്കുന്നതാണോ ഞങ്ങൾ ചെയ്യുന്നത്, അതല്ല രക്ഷിതാവ് അംഗീകരിക്കാത്തതാണോ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കാണ് ഭയമുണ്ടാകേണ്ടത്. എന്നിട്ട് ഇബ്രാഹിം നബി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഫയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. ഈ രണ്ട് വിഭാഗം, സാക്ഷാൽ ലോകരക്ഷിതാവിനെ മാത്രം ഭയപ്പെടുന്ന ഞാൻ, മറ്റു എത്രയോ എത്രയോ വസ്തുക്കളെയും വ്യക്തികളെയും മൂർത്തികളെയും ഒക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഈ കൂട്ടത്തിൽ നിർഭയമായ ജീവിതം, ഈ ഭൂമുഖത്ത് ഭയമുക്തമായ തികഞ്ഞ സുരക്ഷാബോധമുള്ള ജീവിതം നയിക്കാൻ ആർക്കാണ് അർഹതയുള്ളത് എന്ന് ഇബ്രാഹിം നബി ചോദിച്ചു. 4000-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് 100% നിർഭയത്വമുള്ള, 100% സുരക്ഷാബോധമുള്ള, 100% ധീരമായ വാക്ക് അദ്ദേഹം പറഞ്ഞത്. ആ തരത്തിലുള്ള തികഞ്ഞ ധീരതയുടെ, തികഞ്ഞ നിർഭയത്വത്തിന്റെ, സുരക്ഷാബോധത്തിന്റെ ഒരവസ്ഥ, അത് വലിയൊരു ഔന്നത്യമാണ്, വലിയൊരു ഉത്കൃഷ്ടതയാണ്. അത് വിശ്വാസത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ സകലമായ ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മനുഷ്യന് മോചനമരുളുന്നു എന്നത് കണിശമായ ഏകദൈവത്വത്തിന്റെ മാത്രം സവിശേഷതയാണ്. അതിന്റെ ആ നിർഭയത്വത്തിന്റെ മാനങ്ങളാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചത്. അത് വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം എടുത്തുദ്ധരിക്കുന്നു. അപ്പോൾ ഭയത്തിൽ നിന്നുള്ള